ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. 31 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപകൻ റോയ് തോമസിന് സ്കൂൾ PTA മുൻ PTA ഭാരവാഹികളുടെയും ആഭിമുഖ്യത്തിൽ ഊഷ്മള യാത്രയയപ്പ് നൽകി. യോഗത്തിൽ PTA പ്രസിഡന്റ് ടോമി തോമസ് അധ്യക്ഷത വഹിച്ചു. സൗമ്യ പത്മനാഭൻ, അനു തോമസ്, ആഷ്ലി തോമസ്, വിനോദ്, ഷെർബി, അനിൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. റോയ് തോമസ് മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും ഉപഹാര സമർപ്പണവും നടന്നു. ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യാത്രയയപ്പ് യോഗത്തിൽ റോയ് തോമസിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 50ഓളം അംഗങ്ങൾ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഇത് അതിനൊക്കെയുള്ള തെളിവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തെറ്റുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആ തെറ്റിനെ നമ്മൾ ഒരിക്കലും നിരാകരിക്കണ്ട. അത് നന്മയ്ക്കായി കഴിയും. അപ്പം ആ സന്തോഷിക്കുകയാണ്. മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ വിഷയങ്ങൾ കാണും, മറ്റു വിഷയങ്ങളൊന്നും അവരുടെ വിഷയങ്ങളായിരിക്കും, ഇനി കൊടുക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. അത് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ സാമ്പത്തികമായ വശങ്ങളായിരിക്കാം. പല വിഭാഗം അധികാരസ്ഥാനത്തിരിക്കുന്നത് അവരാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തോളം പറയുന്നത് പറ്റത്തില്ലാതില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് സന്തോഷത്തോടെ സാറിന് മറ്റുള്ളവരിലേക്ക് ഇടപെടുമ്പോൾ എൻ്റെ താല്പര്യങ്ങളായിരിക്കും അവിടെ മോശിക്കുന്നത്. ഒരിക്കലും നന്മയിലേക്ക് വളരാൻ സാറിന് പറ്റത്തില്ല. ആ പ്രസിഡന്റ് ടോമി ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി റോയ് സാറ്, നമ്മുടെ പഴയ PTA പ്രസിഡന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ ഒരു ഫീലിംഗ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ആ പിള്ളേരില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരു വലിയ എക്സിക്യൂട്ടീവ് അല്ലാതെ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കയറി പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയുന്നത്, എൻ്റെ മോളിലുള്ള കഴിവുകൾ മുഴുവൻ സാറാണ് പുറത്തു കൊണ്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനൊരു ചടങ്ങിന്റെ ആവശ്യമില്ല. റോയ് മാഷ് സ്കൂളിൽ നിന്ന് പറഞ്ഞോണ്ടില്ല, നമ്മൾ പറഞ്ഞോണ്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ നിർബന്ധിച്ച? എനിക്ക് എന്താ പറയേണ്ട അറിയത്തില്ല. നമുക്ക് റോയ് സാറിന്ന് അങ്ങനെ ഇവരാണ്ട് പറഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോകുന്നതൊന്നുമില്ല. ഔദ്യോഗികമായിട്ടൊരു ചടങ്ങ് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരാണ്ട് പറഞ്ഞാൽ ഇപ്പം ഈ സ്കൂളിൽ നിന്ന് ഈ ചടങ്ങിന് നമ്മളെ അറിയാം. എന്താ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഇനി ആക്റ്റീവ് ആവുകയാണ്. പഴയ എക്സിക്യൂട്ടീവും പുതിയ എക്സിക്യൂട്ടീവും എല്ലാം കൂടെ ഡ്രീംസ് ആയിട്ട് ഇപ്പോഴും കുറച്ച് പഴയ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടായിരുന്നു. വിനീത പഴയ എക്സിക്യൂട്ടീവായി മാറി അല്ലേ? ഇല്ല, വിനീത ആയി 10ാം ക്ലാസ്സിൽ. അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ പറയാം. അതുപോലെ ശശിയേട്ടൻ പഴയ ആളായി, അനു പഴയ ആളാവുകയാണ്. നല്ല 3 പേരുടെയും മക്കള്, അതുപോലെ ഷെർബി എല്ലാവരുടെയും മക്കൾ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് കഴിയുന്നതോടെ അവര് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി
തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.